നമസ്കാരം അമൃതാത്മാക്കളെ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 71-ാം ശ്ലോക വിശദീകരണവുമായി ബന്ധപ്പെടുത്തി മനീഷാ പഞ്ചകത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 2 ശ്ലോകങ്ങൾ കൂടി പഠിക്കാനുണ്ട്. വേദാന്തം പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയാൻ മാത്രമുള്ള ഒരു ശാസ്ത്രമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ മനുഷ്യനോട് നീ ഈശ്വരനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് തെളിയിച്ച് ആ വസ്തുത അവനെ അനുഭവിപ്പിക്കുവാനുള്ളതാണ് വേദാന്തം. മനീഷാ പഞ്ചകം പോലെയുള്ള ചെറുകൃതികൾ മനഃപ്പാഠമാക്കി ഉരുവിടുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും അചിരേണ തന്നെ ബ്രഹ്മനിഷ്ഠനായി തീരാനുള്ള സാധ്യത വളരെ വലുതാണ്. അവരോരോരുത്തരും തന്നെ ബ്രഹ്മനിഷ്ഠനായി തീരുന്നതാണ്. മനുഷ്യനിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈശ്വരത്വം അറിഞ്ഞനുഭവിക്കാൻ എല്ലാവരെയും ജഗദീശ്വരൻ കാരുണ്യം പൊഴിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. 4-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യാതിരിയങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിപ്യേഷാ മനീഷാ മമ. ഇതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം. ആദ്യത്തെ വരി യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ. യാ ഏതൊരു ബോധമാണോ, ഏതൊരു പരബ്രഹ്മസത്തയാണോ, തിര്യങ് നരദേവതാഭിഹി പക്ഷി മൃഗാദി ജന്തുക്കളാലും മനുഷ്യരാലും ദേവന്മാരാലും അഹം ഇത്തി ഞാൻ എന്നിപ്രകാരം അന്തഃ സ്ഫുടാ ഗൃഹ്യത്തെ ഉള്ളിൽ സ്പഷ്ടമായി ഗ്രഹിക്കപ്പെടുന്നത്. യാ തിര്യങ് നരദേവതാഭിഹി അഹം ഇതി അന്തഃ സ്ഫുടാ ഗൃഹ്യത്തെ. ഏതൊരു ബോധമാണോ പക്ഷി മൃഗാദി ജന്തുക്കളിലും മനുഷ്യരിലും ദേവന്മാരിലും എല്ലാം തന്നെ ഞാൻ എന്നിപ്രകാരം ഉള്ളിൽ സ്പഷ്ടമായി മനസ്സിലാക്കപ്പെടുന്നത്. 2-ാമത്തെ വരി യത് ഭാസാ ഹൃദയാക്ഷദേഹ വിഷയാഃ ഭാന്തി സ്വതഃ അചേതനാഃ. സ്വതഃ അചേതനാഃ, സ്വതവേ അചേതനങ്ങളായ എന്ന് പറഞ്ഞാൽ സ്വതവേ ജഡങ്ങളായ. ഹൃദയാക്ഷദേഹവിഷയാഃ, ഹൃദയാക്ഷദേഹവിഷയാഃ എന്ന് പറഞ്ഞാൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, വിഷയങ്ങൾ എന്നിവ. യദുഭാസ യാതൊന്നിൻ്റെ വെളിച്ചം കൊണ്ട് മാത്രം ഭാന്തി, യാതൊന്നിൻ്റെ വെളിച്ചം കൊണ്ട് മാത്രം ഭാന്തി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നുവോ. സ്വതവേ ജഡങ്ങളായിട്ടുള്ള മനസ്സ്, ഇന്ദ്രിയം, ശരീരം, വിഷയങ്ങൾ തുടങ്ങിയവ യാതൊന്നിൻ്റെ വെളിച്ചം കൊണ്ട് മാത്രമാണോ പ്രകാശിക്കുന്നത്. അടുത്ത വരി താം ഭാസ്യൈഃ പിഹിതാർക്ക മണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ. ഭാസ്യൈഹി ദൃശ്യപദാർത്ഥങ്ങളെ കൊണ്ട്, പിഹിതാർക്ക മണ്ഡലനിഭാം മറയ്ക്കപ്പെട്ട സൂര്യന് തുല്യമായി, താം സ്ഫൂർത്തിം ഭാവയൻ ആ പ്രകാശസ്ഫുരണത്തെ ഭാവന ചെയ്ത്, സദാ യോഗി 4-ാമത്തെ വരി സദാ യോഗി നിർവൃതമാനസഃ ഗുരുഃ ഇതി ഏഷാ മമ മനീഷാ. സദാ യോഗി, സദാ അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യോഗി, നിർവൃതമാനസഃ പൂർണ്ണ സംതൃപ്തനായി കഴിയുന്നയാൾ, ഗുരുഹു ഗുരുവാണ്, ഇത് ഏഷാ മമ മനീഷ
ഇക്കാര്യം എൻ്റെ സംശയരഹിതമായ തീരുമാനമാണ്. ശ്ലോകാർത്ഥം: ഏതൊരു ബ്രഹ്മസത്തയാണോ പക്ഷി മൃഗാദി ജന്തുക്കളിലും മനുഷ്യരിലും ദേവന്മാരിലും എല്ലാം തന്നെ ഞാൻ എന്നിങ്ങനെ വ്യക്തമായി ഉള്ളിൽ മനസ്സിലാക്കപ്പെടുന്നത്, സ്വതവേ അചേതനങ്ങളായിട്ടുള്ള മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, വിഷയങ്ങൾ എന്നിവ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് മാത്രമാണോ ഉള്ളതായി തോന്നപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത്, സൂര്യൻ മേഘപടലം കൊണ്ട് മറയ്ക്കപ്പെടുന്നത് പോലെ ആ ബോധം ദൃശ്യപദാർത്ഥങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭാവന ചെയ്ത് മനസ്സ് ആ സത്യത്തിൽ യോജിപ്പിച്ചു നിർത്തുന്ന നിത്യതൃപ്തനായിരിക്കുന്ന യോഗി നിശ്ചയമായും ഗുരുവാണ്. സദാ ബ്രഹ്മവിചാരം ചെയ്തിരിക്കുന്ന ആൾ തീർച്ചയായും ഗുരുവാണ്. ഇക്കാര്യം എൻ്റെ ഉറച്ച നിശ്ചയമത്രേ എന്നാണ് ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ മനീഷാ പഞ്ചകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഓരോരുത്തരും തന്നെ ഉള്ളിൽ ഞാൻ എന്നിങ്ങനെ അനുഭവിക്കുന്നത് ആത്മസ്വരൂപം തന്നെയാണ്. സകല പക്ഷിമൃഗാദികളും നരദേവാദികളും ഞാൻ എന്നിങ്ങനെ ഉള്ളിൽ വ്യക്തമായി അനുഭവരൂപേണ ഗ്രഹിക്കുന്നത് ബ്രഹ്മസ്വരൂപം തന്നെയാണ്, ബോധസത്തയാണ്. സ്വതവേ ജഡരൂപങ്ങളായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹങ്ങൾ, മറ്റു ബാഹ്യവസ്തുക്കൾ എല്ലാം തന്നെ ഈ ബോധസത്തയുടെ അറിവിനെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് ഉള്ളതായി അറിയപ്പെടുന്നത്. ഏതൊരു വസ്തുവിനെ അറിയണമെങ്കിലും അവിടെ ബോധസത്ത വേണം, ആ ഉണ്മ, പരമമായ സത്യം അവിടെ ഉണ്ടാവണം. മേശയ്ക്ക് സ്വയം ഉണ്ടെന്നുള്ള അനുഭവമുണ്ടോ? ചിന്തിച്ചു നോക്കൂ. മേശയ്ക്ക് സ്വയം അതിനെ അനുഭവിക്കാൻ സാധ്യമാണോ? ഇല്ല. അതിനെ അറിയണമെങ്കിൽ ഒരു ബോധത്തിൻ്റെ സാന്നിധ്യം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. ഇങ്ങനെ അറിയപ്പെടുന്ന നിരവധി ജഡദൃശ്യങ്ങൾ ആ ഉജ്ജ്വല ജ്യോതിസ്വരൂപത്തെ സൂര്യനെ മേഘപടലമെന്ന പോലെ മറച്ചിരിക്കുന്നു. നമുക്കറിയാം, ചില സമയത്ത് സൂര്യനെ മേഘക്കൂട്ടങ്ങൾ മറയ്ക്കാറുണ്ട്. ആ മേഘപടലം മാറിയാൽ സൂര്യബിംബം പ്രകാശിക്കുകയും ചെയ്യും. അതുപോലെ ജഡദൃശ്യങ്ങൾ ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നു. ജഡദൃശ്യങ്ങൾ അകന്നാൽ ഉള്ളിലുള്ള ആത്മസത്തയും തെളിഞ്ഞ് തിളങ്ങും. ഇത് നിരന്തരം ഭാവന ചെയ്ത് അനുഭവിച്ചറിയേണ്ടതാണ്. മേഘപടലം മാറിയാൽ സൂര്യബിംബം എങ്ങനെ പ്രകാശിക്കുമോ അതുപോലെ ജഡദൃശ്യങ്ങൾ അകന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മസത്തയും തിളങ്ങുമെന്ന് നിരന്തരം ഭാവന ചെയ്ത് അനുഭവിച്ചറിയണം. ഈ ഭാവന, ഈ ബ്രഹ്മഭാവന അല്ലെങ്കിൽ ബ്രഹ്മവിചാരം ഉറയ്ക്കുകയും ആ ബ്രഹ്മസ്ഫുരണം തെളിയുകയും ചെയ്യുന്നതോടുകൂടി ഒരു യോഗി അല്ലെങ്കിൽ ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ ആരാണോ ഈ ബ്രഹ്മവിചാരം നിരന്തരം ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾ ആനന്ദവും ശാന്തിയും നുകർന്ന് നിർവൃതമാനസനായിത്തീരുന്നു. പരമമായ ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ നിർവൃതി നേടിയ ആൾ ഏതു കുലത്തിൽ ജനിച്ച ആളായാലും ആയിക്കൊള്ളട്ടെ, അയാൾ ഗുരു തന്നെയാണ് എന്നാണ് ആചാര്യസ്വാമികളുടെ പ്രഖ്യാപനം. ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ഒരു പിടിയുമില്ലല്ലോ, പിന്നെ അതിനെ എങ്ങനെയാണ് അനുസന്ധാനം ചെയ്യുക? ആ പരമമായ സത്യത്തെ നമ്മൾ എങ്ങനെ അനുസന്ധാനം ചെയ്യും? ഈ സന്ദേഹത്തിന് സമാധാനമാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ വരി. യാ തിര്യന്നര ദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ. ആ ബ്രഹ്മസത്യം നമുക്ക് അനുഭവ വിഷയമാകുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഞാൻ എന്ന ബോധമുളവാക്കിക്കൊണ്ട് അനുഭവ വിഷയമാകുന്ന ആ പരമമായ സത്യം എന്താണ്? എല്ലാവരുടെ ഉള്ളിലും പ്രപഞ്ചാനുഭവങ്ങളുടെ കേന്ദ്രം ഞാൻ എന്ന ബോധമാണ്. ഈ ഞാൻ എന്ന ബോധമില്ലെങ്കിൽ നമുക്കൊന്നിനെയും അനുഭവിക്കാൻ സാധ്യമല്ല. ഈ ഞാനിൻ്റെ സത്തയെ നിഷേധിക്കാൻ ഒരു നിരീശ്വരവാദിക്കും സാധ്യമല്ല. വേദാന്തം ആവശ്യപ്പെടുന്നത് അനുഭവത്തിൻ്റെ മുഴുവൻ കേന്ദ്രമായ
ഈ ഞാനിനെ, ആ ഞാനെന്ന ബോധത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനാണ്. ബുദ്ധിയുള്ള നിരീശ്വരവാദിക്ക് പോലും വേദാന്തത്തിലെ സത്യാന്വേഷണ മാർഗത്തെ നിരസിക്കാൻ കഴിയാതിരിക്കുന്നത് ഇക്കാരണത്താലാണ്. ഞാൻ അറിയപ്പെടുന്നുണ്ടല്ലോ, ഇനി എന്തന്വേഷിക്കാനാണ് എന്ന് ചിലർക്ക് സംശയം വരാം. ഇപ്പോൾ അനുഭവ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉദിച്ചസ്തമിക്കുന്ന ഒട്ടേറെ ജഡദൃശ്യങ്ങളുമായി ഇടകലർന്നാണ് അറിയപ്പെടുന്നത്. ആ ഞാനല്ല വാസ്തവത്തിലുള്ള ഞാൻ. അഹംഭാവമല്ല ഞാൻ, അഹംബോധമാണ് ഞാൻ. ഇപ്പോൾ അറിയപ്പെടുന്ന ഞാൻ നാമരൂപങ്ങളോട് ചേർത്താണ് അറിയപ്പെടുന്നത്. ഞാൻ ഭാസ്കരൻ, ഞാൻ കേശവൻ എന്നിങ്ങനെ. ആ നാമരൂപമല്ല വാസ്തവത്തിൽ ഞാൻ. ആ നാമരൂപത്തെയും പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മസത്ത അല്ലെങ്കിൽ ബോധമാണ് ഞാൻ. ജഡവസ്തുക്കളാലും മനോമാലിന്യങ്ങളാലും ആ ബോധം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? ചപ്പും ചവറും നിറഞ്ഞ കുഴിയിൽ കിടക്കുന്ന ഒരു രത്നമെന്ന പോലെ. മലിനപദാർത്ഥങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു രത്നത്തിൻ്റെ ചെറുകിരണം പുറത്തേക്ക് കാണപ്പെടുന്നുണ്ടെന്നുള്ളത് വാസ്തവമല്ലേ? രത്നം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര ചപ്പും ചവറും മൂടിക്കിടന്നാലും അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറുകിരണം പുറത്തേക്ക് വരുന്നുണ്ടാവും. ആ രത്നത്തിൻ്റെ പ്രഭ തട്ടി ചപ്പും ചവറും പോലും പ്രകാശിക്കുന്നവയായി കാണപ്പെടുന്നു. പക്ഷേ ചപ്പും ചവറും കൂടി കിടക്കുന്നിടത്തോളം ആ രത്നത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നറിയാനേ നമുക്ക് സാധ്യമല്ല. രത്നത്തിൻ്റെ പൂർണ്ണ രൂപം അറിയണമെങ്കിൽ ആ ചപ്പും ചവറും മാറ്റിയാൽ മാത്രമേ സാധിക്കൂ. അതുപോലെ ആനന്ദരൂപമായ ആത്മരത്നത്തെ മറച്ചിരിക്കുന്ന ചപ്പും ചവറും എന്തൊക്കെയാണെന്നാണ് ശ്ലോകത്തിൻ്റെ 2-ാം വരിയിൽ ആചാര്യസ്വാമികൾ പ്രതിപാദിക്കുന്നത്. യദു ഭാസാ ഹൃദയാക്ഷ ദേഹവിഷയാ ഭാന്തി സ്വതോ ചേതനാഹ. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, ബാഹ്യദൃശ്യങ്ങൾ ഇവയാണ് ആത്മസ്വരൂപത്തെ പൂർണ്ണമായി പ്രകടമാവാൻ അനുവദിക്കാതെ മറച്ചിരിക്കുന്ന ഘടകങ്ങൾ. ആത്മാവ് മുമ്പും ഇന്നും ഇനിമേലും രത്നമെന്ന പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നിത്യവസ്തുവാണ്. കുഴിയിൽ കിടക്കുന്ന രത്നത്തിന് പ്രകാശമോ ശുദ്ധിയോ പുതുതായി ഉണ്ടാക്കി കൊടുക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ചപ്പും ചവറും ഒന്നകറ്റിയാൽ മാത്രം മതി, ആ രത്നം സ്വയം പ്രകാശിച്ചു വിരാജിച്ചു കൊള്ളും. എത്ര കണ്ട് ചപ്പും ചവറും അകലുമോ അത്ര കണ്ട് അതിൻ്റെ പ്രകാശം കൂടിക്കൂടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. മായാനിർമ്മിതങ്ങളായ ദൃശ്യവസ്തുക്കളാൽ മറയ്ക്കപ്പെട്ട ആത്മാവിൻ്റെയും കഥ ഇതുതന്നെ. ചപ്പിനും ചവരനും സ്വതേ പ്രകാശമില്ലെന്നും അവയിൽ തൽക്കാലം കാണപ്പെടുന്ന പ്രകാശം അതിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന രത്നത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതുപോലെ അല്പമെങ്കിലും ചിന്താശക്തിയോ ആത്മാർത്ഥതയോ ഉണ്ടെങ്കിൽ മാറിമറയുന്ന വികാര വിചാരങ്ങളാൽ ജഡവസ്തുക്കളാൽ മറയ്ക്കപ്പെട്ട ആത്മാവിനെ കണ്ടെത്താനും സാധിക്കും. അഹംബോധസ്വരൂപമായ ആ സത്യവസ്തുവിനെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജഡദൃശ്യങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളിൽ ഞാനെന്ന് തെളിഞ്ഞിരിക്കുന്ന, ഞാനെന്ന് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധത്തെ നമുക്കറിയാൻ സാധിക്കാത്തത്. അജ്ഞാനം കൊണ്ടാണ്, അവിദ്യ കൊണ്ടാണ്. യദ് ഭാസാ ഹൃദയാക്ഷ ദേഹവിഷയാ ഭാന്തി സ്വതോ ചേതനാഹ. ഹൃദയാക്ഷദേഹ വിഷയങ്ങൾ, മനസ്സ്, ഇന്ദ്രിയം, ശരീരം, വിഷയങ്ങൾ തുടങ്ങിയ ജഡപദാർത്ഥങ്ങൾ ബ്രഹ്മസ്വരൂപത്തെ മറച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ മറച്ചിരിക്കുന്നെങ്കിലും അവയ്ക്കിടയിൽ കൂടി പുറത്തേക്ക് പ്രകാശിക്കുന്ന ആ അഖണ്ഡ സത്യത്തിൻ്റെ കിരണങ്ങൾ തന്നെയാണ് എല്ലാ ജീവികളിലും കുടികൊള്ളുന്ന അഹംബോധം. കഠോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്. അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടഃ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച. ഒരേ ബ്രഹ്മമാണ് ഈ വിവിധ രൂപത്തിൽ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന വസ്തുത
ദൃഷ്ടാന്ത സഹിതം പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇത് അഗ്നിയെ ദൃഷ്ടാന്തമാക്കുകയാണ്. അതിനെ തുടർന്ന് വായുവിനെ ദൃഷ്ടാന്തമാക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ശ്ലോകം അഗ്നി ദൃഷ്ടാന്തമാണ്. യഥാ ഏകഃ അഗ്നിഹി, എപ്രകാരമാണോ ഒരേ പ്രകാശസ്വരൂപനായ അഗ്നി ഭുവനം പ്രവിഷ്ടഃ, ഈ ലോകത്ത് പ്രകാശിക്കുമ്പോൾ രൂപം അതായത് ഗുണഭേദം അനുസരിച്ച് ഓരോ ആശ്രയത്തിലും പ്രതിരൂപഃ ബഭൂവ, ഭിന്നരൂപനായി ഭവിച്ചിരിക്കുന്നത്. എപ്രകാരമാണോ ഒരേ പ്രകാശസ്വരൂപനായ അഗ്നി പല പല രൂപങ്ങളിൽ പല പല ഭാവത്തിൽ പ്രകാശിക്കുന്നത്, തഥാ അപ്രകാരം ഏകഃ സർവഭൂതാന്തരാത്മാ, എല്ലാ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ഒരേ ബ്രഹ്മം തന്നെ രൂപം ഗുണഭേദമനുസരിച്ച് ഓരോ ശരീരത്തിലും പ്രതിരൂപഃ ഭിന്നരൂപം കൈക്കൊള്ളുകയും ബഹിഹി ച പുറത്ത് ശുദ്ധരൂപനായി വിളങ്ങുകയും ചെയ്യുന്നു. എപ്രകാരമാണോ ഒരേ പ്രകാശസ്വരൂപനായ അഗ്നി ഈ ലോകത്ത് പ്രകാശിക്കുമ്പോൾ ഗുണഭേദമനുസരിച്ച്, അതായത് ഉപാധി അനുസരിച്ച് ഓരോ ആശ്രയത്തിലും ഭിന്നരൂപനായി തിളങ്ങുന്നത്, അപ്രകാരം എല്ലാ ജീവികളിലും വർത്തിക്കുന്ന ഒരേ ആത്മാവ് തന്നെ ആ ഉപാധിയുടെ ഗുണഭേദമനുസരിച്ച് ഓരോ ശരീരത്തിലും ഭിന്ന ഭിന്ന രൂപങ്ങൾ കൈക്കൊള്ളുന്നു. എന്നാൽ പുറത്ത് ശുദ്ധരൂപനായി വിളങ്ങുകയും ചെയ്യുന്നു. നമുക്കറിയാം, അഗ്നി ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ. എന്നാൽ ഏതാശ്രയത്തിൽ അത് പ്രകാശിക്കുന്നുവോ അതനുസരിച്ച് അത് ശുദ്ധമായും പുക നിറഞ്ഞും മങ്ങിയും തെളിഞ്ഞും വൃത്തമായും ദീർഘമായും ഇങ്ങനെ പല പല രൂപങ്ങൾ അഗ്നി കൈക്കൊള്ളും. തെളിഞ്ഞു കത്താതിരിക്കുമ്പോൾ അത് ഒളിഞ്ഞു വർത്തിക്കുന്നു എന്നതും തീർച്ചയാണ്. ജലത്തിൽ പോലും അഗ്നി ഒളിഞ്ഞു കുടികൊള്ളുന്നു. ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ വർത്തിച്ചാലും അഗ്നിയുടെ ശുദ്ധിക്ക് വാസ്തവത്തിൽ കോട്ടമൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ആത്മാവ് മനുഷ്യ പക്ഷി മൃഗാദി വിവിധ പുരങ്ങളിൽ വർത്തിക്കുമ്പോൾ വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടതുപോലെ നമുക്ക് തോന്നാനിടവരുന്നു. വാസ്തവത്തിലെല്ലാം ഒരേ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ. സർവവ്യാപിയായ ആ സത്യത്തിൻ്റെ സ്വരൂപശുദ്ധിക്ക് ഒരിക്കലും കേടുവരുന്നതേയില്ല. ആകാശമെന്ന പോലെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിയ പോലെ കാണപ്പെടുമ്പോഴും അതിരുകൾക്ക് പുറത്തും അത് അഖണ്ഡമായി വ്യാപിച്ചു തന്നെ നിൽക്കുന്നു. അഗ്നി ദൃഷ്ടാന്തം പോലെ തന്നെയാണ് വായു ദൃഷ്ടാന്തവും കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയാക്ഷദേഹ വിഷയങ്ങൾ കൂടി പ്രകടമാകുമ്പോൾ ഉപാധിഭേദമനുസരിച്ച് തിര്യങ്നര ദേവതാദി വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നുവെന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓരോരുത്തർക്കും മനനം ചെയ്തറിയാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്ന രൂപത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന സത്യവസ്തുവായ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണ രൂപം കണ്ടെത്തുവാനുള്ള മാർഗം വിശേഷിച്ച് പിന്നെ വിവരിക്കേണ്ടതില്ല. സത്യത്തിൻ്റെ പൂർണ്ണ രൂപം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ മറച്ചിരുന്ന ദൃശ്യങ്ങളുടെ സ്ഥിതി എന്താകുമെന്നും പിന്നെ പറയേണ്ടതില്ല. എല്ലാം പോയി ഒളിക്കും, ബ്രഹ്മം മാത്രം അവശേഷിക്കും. ഒരു യോഗി നിത്യാനിത്യ വിചാരം ചെയ്തും, അതായത് ആത്മാനാത്മ വിചാരം ചെയ്ത് സദ്വാസദ് വിചാരം, അതുപോലെ മനനധ്യാനങ്ങൾ പരിശീലിച്ചും ആത്മസത്തയിൽ നിന്നും ദൃശ്യരൂപങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നു. ആത്മാവിനെ മൂടിയിരിക്കുന്ന ദൃശ്യരൂപങ്ങളെ അകറ്റുകയാണ് ആത്മസ്വരൂപം കൂടുതൽ കൂടുതൽ തെളിയാനുള്ള മാർഗം. ഈശോവാസ്യോപനിഷത്തിൽ ഒരു സഗുണോപാസകൻ ബ്രഹ്മപ്രാപ്തിക്കായിട്ട് സൂര്യനെ ബ്രഹ്മപ്രതീകമായി അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്. സൂര്യോപാസനയാണിത്. ഉപാസനകൾ പല വിധത്തിലുണ്ട്. സഗുണോപാസന, നിർഗുണോപാസന എന്നിങ്ങനെ പ്രധാനമായും 2 വിധമാണ്. ഇതിൽ ഭഗവത്ഗീതയിൽ തന്നെ സഗുണോപാസനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമുണ്ട്, വിഭൂതി യോഗം. കൂടുതൽ നമുക്കവിടെ പഠിക്കാം. സർവവ്യാപിയും ബോധാനന്ദ സ്വരൂപനുമായ നിർഗുണ ബ്രഹ്മത്തെ തത്വവിചാരത്തിലൂടെയോ സങ്കല്പ നിരോധനത്തിലൂടെയോ നേരിട്ട് സമീപിക്കുന്നതാണ് നിർഗുണോപാസന. അത് സാധാരണക്കാർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ഒരു പ്രതീകത്തെ മാധ്യമമാക്കിക്കൊണ്ട് മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കി ഏകാഗ്രത നേടി പടിപടിയായി
ബ്രഹ്മപ്രാപ്തിക്ക് യത്നിക്കുന്നതാണ് സഗുണോപാസന. ആദ്യമേ നിർഗുണോപാസനയ്ക്ക് കഴിവില്ലാത്തവർ പ്രാരംഭത്തിൽ സഗുണോപാസന ശീലിക്കണം. അങ്ങനെ മനസ്സിന് ഏകാഗ്രത നേടിക്കഴിഞ്ഞാൽ പിന്നെ സഗുണ പ്രതീകത്തെയും ഒഴിച്ചു മാറ്റി ശുദ്ധബോധ സാക്ഷാത്കാരം നേടാവുന്നതാണ്. അതാണ് അതിൻ്റെ ക്രമം. നിർഗുണോപാസന സാധാരണക്കാർക്ക് എളുപ്പമല്ല എന്ന് പറഞ്ഞു. അതുപോലെ കേവലം സഗുണോപാസനം കൊണ്ട് നേരിട്ട് സത്യാനുഭവത്തിലേക്ക് എത്താനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാർ സഗുണ നിർഗുണോപാസനകളെ സമുചിതമായി സമന്വയിപ്പിച്ചുകൊണ്ട് മൂന്നാമതൊരു ഉപാസനമാർഗം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് പ്രണവോപാസന, ഓംകാരോപാസന. ഇവിടെ ഈശാവാസ്യോപനിഷത്തിൽ സൂര്യനെ ബ്രഹ്മപ്രതീകമായി അംഗീകരിച്ചുകൊണ്ട് നടത്തുന്ന ഉപാസനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണ് ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷണ്ണപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹിരണ്മയേന, സ്വർണനിർമ്മിതമെന്ന പോലെ തിളങ്ങുന്ന പാത്രേണ, പാത്രം പോലെയുള്ള മൂടി കൊണ്ട്, സ്വർണമെന്ന പോലെ തിളങ്ങുന്ന പാത്രം പോലെയുള്ള മൂടി കൊണ്ട്, സത്യസ്യ, സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബോധസ്വരൂപൻ്റെ, അതായത് ബ്രഹ്മത്തിൻ്റെ മുഖം, അതായത് യഥാർത്ഥ രൂപം, സൂര്യമണ്ഡലത്തിലുള്ള ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ രൂപം അപിഹിതം, മൂടപ്പെട്ടു പോയിരിക്കുന്നു. പൂഷൻ, ജഗത്തിനെ പോഷിപ്പിച്ചു നിർത്തുന്ന അല്ലയോ സൂര്യഭഗവാനെ, ത്വം, അങ്ങ്, സത്യധർമായ ദൃഷ്ടയെ, സത്യധർമ്മനായിട്ടുള്ള, അതായത് സത്യദർശനം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ള എനിക്കായിക്കൊണ്ട് അപാവൃണു, ആ മൂടുപടം ഒന്ന് മാറ്റിത്തരൂ. സ്വർണനിർമ്മിതമെന്ന പോലെ തിളങ്ങുന്ന പാത്രം പോലെയുള്ള മൂടി കൊണ്ട് സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മവസ്തുവിൻ്റെ യഥാർത്ഥ രൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ജഗത്തിനെ പോഷിപ്പിച്ചു നിർത്തുന്ന അല്ലയോ സൂര്യഭഗവാനെ, അങ്ങ് സത്യധർമ്മനായിട്ടുള്ള എനിക്ക് ആ മൂടുപടമൊന്നു മാറ്റി ആ സത്യത്തെ, ആ ബ്രഹ്മവസ്തുവിനെ കാണിച്ചു തന്നാലും. നോക്കൂ, ഒരു സഗുണോപാസകൻ പ്രതീക ആരാധനയിൽ ഏർപ്പെടുന്നത് ശാസ്ത്രസത്യം സിദ്ധാന്തപരമായി അറിഞ്ഞുകൊണ്ട് വേണം എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് ഈ ശ്ലോകം. അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മമാണ് പരമമായ സത്യം. ഈ ജഗത്ത് മുഴുവൻ ഈശാവാസ്യമാണ്. വിചാരമാർഗമോ യോഗമാർഗമോ അംഗീകരിച്ചാലും സത്യത്തെ നേരിട്ട് സമീപിക്കാൻ അത്യന്ത ചഞ്ചലമായ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു പ്രതീകത്തെ ധ്യാനിച്ച് മനസ്സ് ഏകാഗ്രപ്പെടുത്തിയ ശേഷം ആ പൂർണ്ണ സത്യത്തെ സമീപിച്ചേ മതിയാവുള്ളൂ. ഇതായിരിക്കണം ഒരു സഗുണോപാസകന്റെ തീരുമാനം. അപ്പോൾ സഗുണോപാസകൻ അംഗീകരിക്കുന്ന പ്രതീകം എന്തായാലും അത് ബ്രഹ്മത്തിലെ വെറും ഒരു രൂപവും അതിന് നൽകപ്പെട്ടിരിക്കുന്ന പേരും. പ്രതീകമായി ഏത് വിഗ്രഹത്തെ ആരാധിച്ചാലും അവിടെ എല്ലാം സ്ഥിതി ഇത് തന്നെ. ഏത് പ്രതീകമോ സ്വീകരിച്ചോളൂ, ആ പ്രതീകങ്ങളൊക്കെ തന്നെ പരമമായ സത്യത്തിലേക്കുള്ള വഴികാട്ടി. ആ പ്രതീകം തന്നെ അവസാനം ആ സാക്ഷാത് ബ്രഹ്മത്തെ വെളിവാക്കി തരും. ഇതാണ് ക്രമം. സൂര്യൻ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ സൂര്യൻ എന്ന രൂപവും പേരും ചേർന്ന് സൂര്യനിലെ ബ്രഹ്മരൂപത്തെ മറച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും നാമവും രൂപവും കൊണ്ട് നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ബോധസത്തയെ മറച്ചിരിക്കുന്നത് പോലെ, ചപ്പും ചവറും രത്നത്തെ മറച്ചിരിക്കുന്നത് പോലെ, അവനവൻ്റെ ദേഹം ഉൾപ്പെടെ എല്ലാ ജഡദൃശ്യങ്ങളും ബോധത്തിൽ ഉണ്ടായി മറയുന്ന വെറും നാമരൂപങ്ങൾ. സൂര്യപ്രതീകത്തിലെ നാമരൂപങ്ങളെയാണ് ഇവിടെ മന്ത്രത്തിൽ സ്വർണപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വേണം ഏതൊരു സഗുണോപാസകനും പ്രതീകങ്ങളെ സമീപിക്കേണ്ടത്. ഇവിടെ
സത്യധർമ്മൻ എന്നാണ് പറയുന്നത്. സത്യത്തെ ധർമ്മമായി അംഗീകരിച്ചയാളാണ് സത്യധർമ്മൻ. ബോധസ്വരൂപനായ പരബ്രഹ്മമാണ് സത്യം. താൻ അന്വേഷിച്ച് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യമാണ് ധർമ്മം. പരബ്രഹ്മമാണ് സത്യം. അത് അന്വേഷിച്ച് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യമാണ് ധർമ്മം. അപ്പോൾ ബ്രഹ്മദർശനം ലക്ഷ്യമാക്കിയിട്ടുള്ള ആളാണ് സത്യധർമ്മൻ. ഉപാസന സഗുണമായാലും നിർഗുണമായാലും ഉപാസനാമാർഗത്തിൽ സഞ്ചരിക്കുന്ന താൻ അന്വേഷിക്കുന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്നതും അദ്വൈത സത്യമാണെന്നും അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും താൻ തൃപ്തിപ്പെടുകയില്ലെന്നും ഉറപ്പുവേണം. അതുകൊണ്ട് ഭേദചിന്ത നിശേഷമകന്നും ഇനി പോകാനിടമില്ലെന്ന് ബോധ്യമാകുന്നത് വരെ ഈ ഉപാസന തുടരണം. ഇതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് കർമ്മയോഗമാണ് പ്രധാനമെങ്കിലും സാംഖ്യയോഗമെന്ന പേരിൽ ആത്മതത്വം ആദ്യമേ തന്നെ ഉപദേശിക്കുന്നത്. ശരിയായ വസ്തുബോധം ഉൾക്കൊണ്ട് വേണം കർമ്മയോഗം അനുഷ്ഠിക്കാൻ എന്ന് സാരം. നമ്മുടെ മനസ്സിന് തൽക്കാലം പരമമായ സത്യത്തിൽ നേരിട്ട് ഏകാഗ്രപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് ബ്രഹ്മപ്രതീകമെന്ന നിലയിൽ ഓരോരുത്തരും ഒരിഷ്ടദേവതാരൂപം തിരഞ്ഞെടുത്ത് അതിനെ ധ്യാനിച്ചുറപ്പിക്കാൻ പറയുന്നത്. ഇഷ്ടദേവതാ രൂപത്തോട് പോലും നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? അല്ലയോ ഭഗവൻ, അവിടുത്തെ നാമരൂപാത്മകമായ മൂടുപടം ഒഴിച്ചു മാറ്റി അകത്തുള്ള യഥാർത്ഥ സത്യത്തെ എനിക്ക് കാട്ടിത്തരണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടാവുന്ന സിദ്ധിവിശേഷങ്ങളിൽ മോഹിച്ച് സത്യാന്വേഷി വഴിമധ്യത്തിൽ തങ്ങിപ്പോകാനിടയാകും. ഇഷ്ടദേവതാ പ്രസാദവും സിദ്ധികളുമെല്ലാം സാധക മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ഘട്ടങ്ങളാണ്. പല പല സിദ്ധികളുണ്ടാവും, പല പല കാര്യങ്ങളൊക്കെ വന്നുകൂടും. അതിനകത്തൊന്നും ഭ്രമിക്കാതെ, ആ ദ്വന്ദ്ങ്ങളിലൊന്നും തന്നെ ഭ്രമിക്കാതെ ആ പരമമായ സത്യത്തെ കാണിച്ചു തരൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം. ഇടയ്ക്ക് വെച്ച് അവയിൽ മോഹിച്ചു പോകാതിരുന്നാൽ ഇഷ്ടദേവൻ്റെ നാമരൂപങ്ങളിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സ് തുടർന്ന് ആ നാമരൂപങ്ങളെയും പുറം തള്ളി ആത്മസാക്ഷാത്കാരത്തിന് കഴിവുള്ളതായിത്തീരും. ഏതെങ്കിലും ഒരു പ്രതീകം അംഗീകരിച്ച് സഗുണോപാസനയിൽ ഏർപ്പെടുന്ന ആർക്കും ഈ ഉപാസനാ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുക കൂടിയാണ് ഈ പ്രസ്തുത മന്ത്രത്തിൻ്റെ ലക്ഷ്യം. മനീഷാപഞ്ചകത്തിലെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ആത്മസത്തയിൽ നിന്നും ദൃശ്യരൂപങ്ങളെ അകറ്റാൻ ശ്രമിക്കുകയാണ് ഓരോ സാധകൻ്റെയും ലക്ഷ്യം. ആത്മാവിനെ മൂടിയിരിക്കുന്ന ദൃശ്യരൂപങ്ങളെ അകറ്റുകയാണ് ആത്മസ്വരൂപം കൂടുതൽ കൂടുതൽ തെളിയാനുള്ള മാർഗം. ആത്മാവിൽ നിന്നും അകറ്റപ്പെട്ടാൽ ദൃശ്യങ്ങൾ സ്വയം ജഡങ്ങളായതുകൊണ്ട് നിലനിൽപ്പ് പോലുമില്ലാതെ എങ്ങോ പോയി മറയുകയും ചെയ്യും. മനോനിയന്ത്രണം നേടുന്ന ഒരു സാധകന് ഈ ജീവിത രഹസ്യമറിയാൻ ഒരു പ്രയാസവുമില്ല. ഭാവിയിൽ ഒരു വലിയ ധനികനാകണമെന്നും അനേകം കൊട്ടാരങ്ങൾ പണിയണമെന്നും വിചാരിച്ചിരുന്ന ഒരാൾ സജ്ജന സംസർഗം കൊണ്ട് ക്രമേണ പ്രപഞ്ചവൈരാഗ്യം വന്ന് സത്യമാർഗത്തിൽ ചരിക്കുന്നു എന്നിരിക്കട്ടെ. ധനസങ്കല്പങ്ങളും ഭവനസങ്കല്പങ്ങളുമൊക്കെ ഇപ്പോൾ നിശേഷം വിട്ടുമാറിയിരിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മ വിചാരം മാത്രം. എന്നാൽ ഈ സങ്കല്പങ്ങളൊക്കെ അയാളിൽ നിന്ന് എങ്ങോട്ട് പോയി എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അല്പദിവസം മുമ്പ് വരെ കൂടെ കൂടെ കോപതാപങ്ങളിൽ പെട്ടുഴന്നിരുന്ന ഒരാൾ നിരന്തരമായ ഈശ്വരധ്യാനം കൊണ്ടും സത്സംഗം കൊണ്ടും അവയിൽ നിന്നൊക്കെ വിമുക്തി നേടിയെന്നിരിക്കട്ടെ. ഇപ്പോൾ ആ കോപതാപങ്ങളൊക്കെ എവിടെ പോയി എന്ന് അയാൾക്കോ നമുക്കോ പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. ഒരു സാധകനാൽ ഉപേക്ഷിക്കപ്പെടുന്ന സങ്കല്പങ്ങളും വികാരങ്ങളും അവയുടെ സ്വന്തം നിലനിൽപ്പ് പോലും ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടിമറയുന്നു. സങ്കല്പ ദൃശ്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതോടെ സാധകന്റെ അഹംബോധം കൂടുതൽ കൂടുതൽ ആനന്ദഘനമാവുകയും പ്രകാശസ്വരൂപമായും വികസിക്കുന്നതായും മനസ്സിലാക്കപ്പെടുന്നു. സങ്കല്പങ്ങളും വികാരങ്ങളുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടാലും ബാഹ്യദൃശ്യങ്ങൾ കാണപ്പെടുന്നല്ലോ എന്ന് നമുക്ക് സംശയം ഉദിക്കാം. അത് സാരമില്ല. സങ്കല്പങ്ങളും വികാരങ്ങളുമാണ് ആത്മസ്വരൂപത്തെയും ബാഹ്യദൃശ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടുകൾ. ബന്ധിപ്പിക്കുന്ന ചരടുകൾ പൊട്ടിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായ ആത്മാനുഭവത്തിൻ്റെ മുമ്പിൽ മരുഭൂമിയിൽ വെള്ളമെന്ന പോലെ പുറമേ കാണുന്ന വസ്തുക്കൾ പ്രതിഭാസിച്ചു കൊണ്ടിരുന്നാലും സത്യസ്വരൂപത്തെ മറയ്ക്കാൻ ആ വസ്തുക്കൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഇങ്ങനെ ദൃശ്യസങ്കല്പങ്ങളും
വികാരങ്ങളും അകന്നാൽ മേഘക്കൂട്ടങ്ങൾ അകന്ന് സൂര്യബിംബം തെളിയുന്നത് പോലെ ഒരു സത്യാന്വേഷിക്ക് ആത്മസ്വരൂപം തെളിഞ്ഞു വരും. നിരവധി ദൃശ്യസങ്കല്പങ്ങളിൽപ്പെട്ട് മങ്ങിക്കിടന്നിരുന്ന ഞാൻ തന്നെയാണ് ക്രമേണ ജ്യോതിസ്വരൂപമായി തെളിയുന്നതെന്നും നിസ്സംശയം അയാൾക്ക് ബോധ്യപ്പെടും. ആത്മസ്വരൂപത്തിൻ്റെ തെളിവ് സ്വതന്ത്രവും അതിരറ്റതുമായ ആനന്ദാനുഭവത്തെ ദിവസേന വർദ്ധിപ്പിക്കുകയും ചെയ്യും. സങ്കല്പദൃശ്യങ്ങൾ അകന്ന് ആത്മസ്വരൂപം തെളിഞ്ഞനുഭവിക്കുന്ന അവസ്ഥ തന്നെയാണ് യോഗാനുഭവം. ഈ യോഗാനുഭവം കരഗതമാകുന്ന ഒരു സത്യാന്വേഷി ആനന്ദത്തിലും സംതൃപ്തിയിലും മുഴുകി നിർവൃതമാനസനായി ഭവിക്കും. ഈ യോഗപ്രക്രിയയും തദ്ഫലമായ നിർവൃതയുമാണ് ശ്ലോകത്തിലെ ഉത്തരാർദ്ധത്തിലെ പ്രതിപാദ്യം. താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. ദൃശ്യപദാർത്ഥങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ട സൂര്യന് തുല്യമായി ആ പ്രകാശസ്ഫുരണത്തെ ഭാവന ചെയ്ത് അതിനെ അനുഭവിച്ച് പൂർണ്ണ സംതൃപ്തനായി കഴിയുന്നയാൾ ഗുരുവാണ്. ഇതെൻ്റെ സംശയരഹിതമായ തീരുമാനമാണ്. ഇതാണ് ഉത്തരാർദ്ധത്തിലെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവാൻ ഗീതയിൽ ദുഃഖ സംയോഗ വിയോഗം എന്ന് വിവരിക്കുന്ന യോഗം പ്രപഞ്ചത്തിൻ്റെയും പരമമായ സത്യത്തിൻ്റെയും യഥാർത്ഥ സ്ഥിതി കയ്യിലെ നെല്ലിക്ക പോലെ വേർതിരിച്ച് കാണിക്കുന്ന ആത്മാനുഭവം തന്നെയാണ്. സമാധ്യാഭ്യാസപൂർവകമായ യോഗാനുഭവത്തിന് ദാർഢ്യം കൂടി വരുംതോറും ബ്രഹ്മനിഷ്ഠമായ ആനന്ദാനുഭവവും വർദ്ധിച്ചു വരുന്നതാണ്. ഇതുതന്നെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിൽ ചിത്തമുറപ്പിച്ച് സദാ ആത്മാനുഭൂതിയിൽ മുഴുകുന്ന യോഗിയുടെ മനസ്സ് എല്ലാ കളങ്കങ്ങളും അകന്ന് നിർമ്മലമായിത്തീരുന്നു. അപ്പോൾ കൂടുതൽ കൂടുതൽ ബ്രഹ്മബോധം വളർന്ന് അനന്തമായ സുഖം അനുഭൂതി വിഷയമായി തീരുകയും ചെയ്യുന്നു. ഇക്കാര്യമാണ് ഇവിടെ ആചാര്യസ്വാമികൾ യോഗീ നിർവൃതമാനസോഹി എന്ന് വിവരിച്ചിരിക്കുന്നത്. ഈ ബ്രഹ്മാനുഭൂതി പരമമായ ആനന്ദം നേടാൻ കഴിഞ്ഞയാൾ ജനിച്ചത് ചണ്ഡാലകുലത്തിലായാലും ഗുരു തന്നെയാണ്. ആത്മസത്തയെ മറച്ചിരിക്കുന്ന ജഡസങ്കല്പങ്ങളും വികാരങ്ങളും ഓരോന്നോരോന്നായി അകലുന്നതോടുകൂടി ആ ആനന്ദനിധി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും. ഒടുവിൽ സങ്കല്പങ്ങളെല്ലാം നിശേഷം മാറി ആ സത്യം അന്വേഷകന്റെ സ്വരൂപമായി തീരുകയും ചെയ്യും. അഹം ബ്രഹ്മാസ്മി എന്നത് ഉറപ്പായിട്ട് അനുഭവമാവുകയും ചെയ്യും. ഉജ്ജ്വലമായ ഈ സത്യാനുഭവ രഹസ്യം മനീഷാപഞ്ചകത്തിലെ അവസാനത്തെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ വിവരിക്കുന്നു. അത് നമുക്ക് അടുത്ത ഭാഗത്തായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം.